ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ബക്രീദ് ദിവസം എടുത്തൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഞാനും ദുർഗമ്മയും കണ്ണനും കൂടി പുറത്തേക്കൊന്ന് പോവാണ്. അപ്പോൾ കുറുമ്പിപ്പെണ്ണിനെ ഞാൻ ഒരുക്കി റെഡിയാക്കി. അപ്പോൾ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കിച്ചൂട്ടൻ്റെ മുമ്പിൽ വന്ന് കുറേ ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. സാധാരണ ഒരുങ്ങുമ്പം കിടന്ന് ബേളം വയ്ക്കുന്നതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ തലപൊക്കി നോക്കി. ഞാൻ വിചാരിച്ചു എന്നെ ആയിരിക്കുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. കണ്ണന് ബനിയനോ ഷർട്ടോ ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ തന്നെ അവൻ ബേളം തുടങ്ങും. പോയ വഴിക്ക് ദുർഗമ്മ വയറ് വേദന എടുക്കുന്നു അമ്മ, അതിനിടയിൽ എനിക്ക് ഉറക്കം വരുന്നു അമ്മ എന്ന് പറഞ്ഞ് പുറകെ കിടന്നിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ റിലയൻസിൽ അതുകൊണ്ട് കണ്ണനും ദുർഗമ്മ ഇറങ്ങിയില്ല, ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഞാൻ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതുവഴി പോയി ഞങ്ങൾ മീനും കുറച്ച് ബീഫും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ ഒരു പ്രത്യേക ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് വയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾ വയ്ക്കുന്നവരാരെങ്കിലും കാണുന്നുണ്ടാവും. സബോള, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്തത്. കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില എല്ലാം ചേർത്ത് നന്നായിട്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി. ഇത് മത്തി, ചെറിയ മത്തിയാണ് കേട്ടോ. അത് നല്ല മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് നമ്മൾ പകുതി വറുത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഈ വറുത്തെടുത്ത ഈ മത്തി ചേർത്ത് കൊടുക്കും. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു ഇടത്തരം വലിപ്പമുള്ള 2 തക്കാളിപ്പഴം അരച്ചെടുത്തു, അത് ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഓൾറെഡി നമ്മൾ മല്ലിയില ചേർത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ അണിയറിൽ പ്രവർത്തിച്ചവരെ കാണിക്കുന്ന ഒരു ചടങ്ങുള്ളത് കൊണ്ടാണ് ഞാനും പവിക്കുട്ടനും ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇനി ബീഫിലേക്ക് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ വയ്ക്കുന്ന ഒരു രീതിയും കൂടെ നിങ്ങളൊന്ന് കാണണം കേട്ടോ. അതായത് നമ്മുടെ ബീഫ് നന്നായിട്ട് കഴുകി അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കറിവേപ്പില തക്കോലം അതുപോലെ പെരിഞ്ചീരകമൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീഫ് നമുക്ക് വേവിച്ചെടുക്കണം. ബീഫ് വേകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എണ്ണ ചൂടാക്കി പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. അതിലേക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞ സബോള അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ സാധാരണ പൊടികളൊക്കെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ചുകൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി വെന്ത ബീഫ് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഞാൻ അത് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം കൂടി അടിച്ചെടുക്കുക. നല്ല വേവുള്ള ബീഫാണ് കേട്ടോ ഇത്. അപ്പോഴത്തേക്ക് നമ്മുടെ കറി നന്നായിട്ട് കൊഴുത്തിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എനിക്ക് മിക്ക ദിവസവും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നല്ല കൊഴുത്ത നല്ല കറി വേണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചോറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അതിങ്ങനെ അതിൻ്റെ അരപ്പ് പറ്റിച്ചെടുത്തതാണ് ഇപ്പം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വൈകിട്ടത്തേക്കുള്ള ഊണ് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കൂടി കാണാം.